എന്താണ് വഴിയെന്ന്, ഏതാണ് വഴിയെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഷിപ്പുകളുണ്ടാവും, വലിയ വലിയ ഷിപ്പുകൾ. നമ്മൾ വെളിച്ചമായിട്ട് അവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നാൽ മതി. പണ്ട് ഞാൻ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കോച്ച് പറയായിരുന്നു, മനോജ് നിന്നാൽ മതി, ഔട്ടാവരുത്, നിന്നാൽ മതി, റൺസ് വരും. കാരണം എൻ്റെ കോച്ചിനറിയാം, കളി അറിയാം. ഔട്ടായിപ്പോയാൽ പിന്നെ റൺസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവിടെ നിന്നാൽ റൺസ് വരും. നമ്മൾ ഈ അവസരത്തിൽ ചെയ്യേണ്ടത് നല്ല സാക്ഷികളായിട്ട് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക, സേവിക്കുക, അവർക്ക് വേണ്ടി കരുതുക, അവരെ സഹായിക്കുക, ബഹുമാനിക്കുക. മോദിജിയെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം ആ മനുഷ്യൻ നമ്മുടെ സമൂഹത്തെപ്പറ്റി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളങ്ങനെ പറയാൻ പാടുണ്ടോ? നമ്മുടെ വികസനത്തിന് വേണ്ടി അവർ ചെയ്യുന്ന പദ്ധതികളെ മനസ്സിലാക്കുക, അവരെയും ബഹുമാനിക്കുക. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു നേതാവാണ്, ഇത്രയും ആളുകൾ തിരഞ്ഞെടുത്തൊരു നേതാവല്ലേ. ഒറ്റ ദിവസം കൊണ്ട് നേതാവായതല്ലല്ലോ. 15 കൊല്ലം CM, 11 കൊല്ലം PM, 26 കൊല്ലം, 5 കോടി മാത്രമാണ് അയാളുടെ സമ്പാദ്യം. ഇവിടെ 5000 കോടി രൂപയുടെ സ്കാമുമായിട്ട് ആ സ്കാമിൻ്റെ പേരിൽ കോടതി കയറി ഇറങ്ങുകയാണ് ഓപ്പോസിഷൻ ടീം. അവരുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല, കാരണം ഞാൻ അവരെ ബഹുമാനിക്കുന്നു. ആ ഒരു അവസ്ഥയിൽ, ആ ഒരു അവസരത്തിൽ അഴിമതി ഇല്ലാതെ, ടെററിസത്തിനോട് ചേരാതെ നമുക്ക് ചേരാൻ പറ്റുമോ ഹമാസിനോട്? ക്രൈസ്തവരെ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കുന്ന അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, സുഡാൻ, നൈജീരിയ, അവിടെയൊക്കെ എന്താണ് നടക്കുന്നത്? ആരാണത് നടത്തുന്നത്? അങ്ങനെയുള്ള ആൾക്കാരെ ബഹുമാനിക്കാനോ അവരുമായിട്ട് ചേരാനോ നമുക്ക് സാധിക്കുമോ? സാധിക്കില്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികളാണ് ഓപ്പോസിഷൻ പാർട്ടികൾ. അത് മനസ്സിലാക്കുക. ഇവിടെ നമുക്കെന്താണ് ഹമാസ്? ഹമാസിന് കേരളവുമായിട്ട്, ഭാരതവുമായിട്ട് എന്ത് ബന്ധമുള്ളത്? ഇവിടെ എന്തിനാണ് ഹമാസിൻ്റെ കാര്യം പറയേണ്ട കാര്യം ഉണ്ടോ? നമ്മൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതറിഞ്ഞിട്ടും നമ്മളെ വോട്ട് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ള ഒരു ധാരണയിൽ അവർ നമ്മളെ ക്രിസ്ത്യാനികളെയൊക്കെ ഒരു വോട്ട് ബാങ്കായിട്ട് കാണുകയാണ്. നമ്മളെല്ലാവരും പോയിട്ട് ഇടതിനും വലുതിനും അതിൽ ഏതാണോ ജയിക്കേണ്ടത് അതിന് വോട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ മതനിരപേക്ഷത കാക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണയിലാണ് അവർ ജീവിക്കുന്നത്. അത് നമ്മൾ മാറ്റിക്കൊടുക്കണം. എന്താണ് മതനിരപേക്ഷത? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ആ പാർട്ടിയുടെ പേരിൽ തന്നെ മതമുണ്ട്, മുസ്ലിം ലീഗ്. അതാണ് മതനിരപേക്ഷത. അതുമായിട്ട് ചേരുകയാണ്. ജമാഅത്തെ ഇസ്ലാമി, എന്താണ് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ? ആ പാർട്ടിയുടെ, ആ ഗ്രൂപ്പിൻ്റെ പേരിൽ തന്നെ മതമുണ്ട്. ആ പറയുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് ചേരാൻ പറ്റുമോ? ക്രിസ്ത്യാനികൾക്ക്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക്, സ്നേഹത്തിൽ വിശ്വസിക്കുന്നവർക്ക്, ഇസ്രായേൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, അമേരിക്കയും വെസ്റ്റേൺ വേൾഡും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്കും എനിക്കും അങ്ങനെയുള്ള തീവ്രവാദ സംഘടനകളുമായിട്ട് ചേർന്ന് അതിനെ പ്രസാദിപ്പിച്ച് അവരുടെ വോട്ട് അവർക്ക് ചില ആനുകൂല്യങ്ങൾ കൊടുത്തിട്ട് മേടിക്കുന്നവരുമായിട്ട് ചേരാനായിട്ട് സാധിക്കുമോ? ഇതൊക്കെ നമ്മൾ നമ്മുടെ കോൺഷ്യസിനോട് ചോദിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മളെ ചിലപ്പോൾ അത്ര ബാധിക്കില്ല, പക്ഷെ അടുത്ത തലമുറ വരുമ്പോൾ വളരെയധികം അത് ബാധിക്കും. ഇന്ന് നമ്മളെടുക്കുന്ന തീരുമാനം ചിലപ്പോൾ സഭയുടെ നന്മയ്ക്കായി തീരും, ചിലപ്പോൾ സഭയുടെ വലിയൊരു തിന്മയ്ക്കായി തീരും. നമുക്ക് ഹിന്ദുക്കളെ ശത്രുക്കളാക്കാം, ഇവരെ മിത്രങ്ങളാക്കിയിട്ട് ഇവരെ കൂടെ ടെററിസ്റ്റ് ആണെന്ന് പറഞ്ഞ് എണ്ണപ്പെട്ടുകൊണ്ട് കഷ്ടം സഹിക്കാം. അനാവശ്യമായ തെല്ലുകൾ ബജറംഗ് ദളിൽ നിന്നും മറ്റ് ഹിന്ദു സംഘടനകളിൽ നിന്നും നമുക്ക് മേടിക്കാം. അല്ല, നമുക്ക് ഹിന്ദുക്കളുടെ ഇടയിൽ ചെന്ന് അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് നല്ല പാലങ്ങൾ പണിത് അവരെ കൺവെർട്ട് ചെയ്യാനൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതും നമ്മൾ തന്നെ പറയുന്ന കാര്യമില്ലേ. നമ്മൾ ആരെയും കൺവെർട്ട് ചെയ്യാൻ നോക്കുന്നില്ല. നമ്മളൊരു വെളിച്ചം പോലെ നിന്നാൽ മതി. സത്യത്തിന് ആകർഷിക്കാനുള്ള കഴിവുണ്ട്. സത്യം അവരെ ആകർഷിക്കും. ഞാൻ അങ്ങനെയല്ല വന്നത്, ഒരു ഹിന്ദു ഫാമിലിയിൽ നിന്ന്, ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് ഒരു ഹിന്ദു ഫാമിലിയിൽ നിന്ന്. ആരെങ്കിലും ആകർഷിക്കപ്പെടുകയാണെങ്കിൽ വരട്ടെ. ആ സത്യം നമ്മൾ സ്നേഹത്തിൽ സംസാരിക്കുക. അവസരം കിട്ടുമ്പോൾ
ആരെയും ഉപദ്രവിക്കാൻ വേണ്ടി അവരെ ഫോഴ്സ്ഫുള്ളി അവരുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ളത് വിലപ്പെട്ടതാണ്. പന്നികൾക്ക് മുത്തിട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഒരാൾക്കത് വേണ്ടെങ്കിൽ കൊടുക്കണ്ട. ആവശ്യമുള്ളവർ വരും. അവർക്ക് വേണ്ടി നമ്മൾ നല്ല സാക്ഷിയായിട്ട് നിൽക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കുറേ കാലം നിൽക്കാം. വേണമെങ്കിൽ മോദിജിയോട് നമുക്ക് സുവിശേഷം പറയാം. ഇന്ന് മോദിജിക്ക് ഒരു സംസ്കൃത ബൈബിൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഷിനോ ജോർജ് എന്ന് പറയുന്ന ഒരാൾക്ക് കഴിഞ്ഞെന്നിരിക്കും. പക്ഷെ നമ്മുടെ വലിയ പാസ്റ്റർമാർക്ക് കഴിയില്ല. എന്താ കാരണം? ചിന്തിച്ചാൽ മതി. നമ്മുടെ പാലങ്ങൾ പണിയേണ്ട സമയത്ത് അതൊക്കെ തകർക്കുകയായിരുന്നു. ഇവരൊക്കെ ഹിന്ദുത്വയാണ്, ഇവരെ നമ്മൾ വെറുക്കണം, ഇവരെ നമ്മൾ എതിർക്കണം, ഇവർക്കെതിരെ നമ്മൾ നിൽക്കണം, ഇവർക്കെതിരെ നമ്മൾ സംഘടിക്കണം. എത്ര സംഘടിച്ചാലും 80% ആൾക്കാർക്കെതിരെ നിങ്ങൾക്ക് സംഘടിക്കാൻ പറ്റുമോ? അല്ല, ഇവർ നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ട്, ഒരുപാട് പീഡിപ്പിക്കുന്നുണ്ട്. നൈജീരിയയിലും സുഡാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ മുസ്ലിങ്ങൾ പീഡിപ്പിക്കുന്ന മാതിരി പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇവിടെ എന്ത് പീഡനമാണുള്ളത്? പീഡനമുണ്ട്, പക്ഷേ അത് ആ തലത്തിലുള്ള പീഡനമൊന്നുമല്ല. അത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് പീഡനം ഏറ്റുവാങ്ങണം, എന്നാലേ നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. നോർത്ത് ഇന്ത്യയിൽ നമുക്ക് പീഡിപ്പിക്കപ്പെടണം, സൗത്ത് ഇന്ത്യയിൽ നമുക്ക് പീഡിപ്പിക്കപ്പെടണം എന്നാണെങ്കിൽ ആയിക്കോട്ടെ. BJP എന്തായാലും ജയിക്കും. ഹിന്ദുക്കളുടെ വോട്ട് മാത്രം മതി അവർക്ക് ജയിക്കാൻ. പക്ഷെ നമ്മൾ ആരെ കൂടെയായിരിക്കും നിൽക്കുക? ഇസ്രായേലിൻ്റെ കൂടെയാണോ ഹമാസിൻ്റെ കൂടെയാണോ? ടെററിസത്തെ സ്പോൺസർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ കൂടെയാണോ, അതോ നമ്മുടെ രാഷ്ട്രത്തെ വികസനത്തിലേക്ക് നയിക്കുന്ന ആളുകളുടെ കൂടെയാണോ? നമ്മൾ ആരെ കൂടെയാണ് നിൽക്കേണ്ടത്? ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യമാണ്. ഒരു ഹിന്ദുവിന് ആ ഒരു ചോദ്യമില്ല, ഒരു മുസ്ലിമിന് അങ്ങനൊരു ചോദ്യമില്ല, ഒരു ക്രിസ്ത്യാനിൻ്റെ മുമ്പിലുള്ള ചോദ്യമാണത്. ഇസ്രായേൽ ഓർ ഹമാസ്, ടെററിസം ഓർ ഡെവലപ്മെൻറ്റ്, അഴിമതി ഓർ ഗുഡ് ഗവർണൻസ്. ഇത് നമ്മുടെ മുമ്പിലുള്ള ചോദ്യമാണ്. കാരണം വേദപുസ്തകം നമ്മളെ പ്രബോധിപ്പിക്കുന്നത് അഴിമതിയുള്ള രാജാക്കന്മാർ, ഇസ്രായേലിലെ തന്നെ രാജാക്കന്മാർ അഴിമതി കാണിച്ചപ്പോൾ അപ്പോഴല്ലേ ദൈവം നെബൂഖദ്നേസറിനെ തിരഞ്ഞെടുത്തത്? ഇസ്രായേലിലെ രാജാക്കന്മാർ, ആഹാബിൻ്റെ വംശജർ അഴിമതി കാണിച്ചപ്പോൾ, ദുർനടപ്പ് കാണിച്ചപ്പോൾ, ഹോമോസെക്ഷുവാലിറ്റി പോലുള്ള പാപങ്ങളോട് അവർ എതിർക്കാതിരുന്നപ്പോൾ അപ്പോഴല്ലേ ദൈവം, യഹോവയായ ദൈവം, നെബൂഖദ്നേസർ ദൈവത്തിൻ്റെ മോനാണോ? വിഗ്രഹങ്ങളെ സേവിക്കുന്ന ആളല്ലായിരുന്നോ ആ വ്യക്തിയെ തിരഞ്ഞെടുത്തത്? ദൈവമല്ലേ തിരഞ്ഞെടുത്തത്? അപ്പം നമ്മുടെ മുമ്പിലാണ് ഓപ്ഷൻ. നോർത്ത് ഇന്ത്യയിൽ BJP ജയിക്കും. കാരണം ടെററിസം കൂടിക്കൊണ്ടിരിക്കുന്നു, കറപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു, ഓപ്പോസിഷൻ ഒരു ലീഡറില്ല, ഒരു വികസനത്തിൻ്റെ ഒരു വഴി അവർ കാണിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ ആ പറയുന്ന നോർത്ത് ഇന്ത്യയിൽ സുവിശേഷ പ്രവർത്തനം നടത്താം, സൗത്ത് ഇന്ത്യയിൽ മാത്രമായിട്ട് ജാഗരിക്കാം. പണ്ട് ഇസ്രായേലും യഹൂദിയയും വിഭജിച്ച സമയത്ത് അങ്ങനെ ഒരു ഘട്ടം ദൈവസഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയും അവിടെയും നല്ല സാക്ഷികളാകാം. ബാബിലോൺ പ്രവാസകാലത്ത് ഇസ്രായേൽ മക്കൾ നല്ല സാക്ഷികളായി തീർന്നു. നെബൂഖദ്നേസറിനും മറ്റ് രാജ്യക്കാർക്കും മറ്റ് ജാതിക്കാർക്കും അവർ പലയിടത്തും സ്പ്രെഡ് ചെയ്തു. പക്ഷെ അവിടെ എല്ലാം അവർ നല്ല സാക്ഷികളായി തീർന്നു. എങ്ങനെയാണ് സാധിച്ചത്? എന്തുകൊണ്ടാണ് അത് സാധിച്ചത്? അവരുടെ ഇടയിൽ ദുർനടപ്പ് കാണിക്കാനോ, ദൈവത്തെ കബളിപ്പിക്കാനോ, ദൈവത്തെ വർഷിപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് തന്നെ അസ്ട്രോളജേഴ്സിനടുത്തേക്ക് പോകാനോ ഉള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്നില്ല. അന്ന് അവരുടെ കയ്യിൽ തോറ മാത്രമേ ഉള്ളൂ, വേദപുസ്തകം. കർത്താവ് അവരോട് പറഞ്ഞെന്താണ്? നിങ്ങളുടെ രാജാക്കന്മാർ ആരായിരുന്നാലും അവരെ നിങ്ങൾ ബഹുമാനിക്കുക, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ നിങ്ങൾ സ്നേഹിക്കുക. അതാണ് അവർ ചെയ്തത്. ആ ബാബിലോൺ പ്രവാസകാലത്ത് അത് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? കുറച്ച് തലമുറകൂടെ കഴിഞ്ഞപ്പോൾ അവിടെ കോരേശ് എന്ന് പറയുന്ന ഒരു രാജാവ് വന്നു. ആ രാജാവിന് ഈ ദൈവജനത്തോട് അനുകമ്പ തോന്നി, ദയ തോന്നി, സ്നേഹം തോന്നി. വാസ്തവമായിട്ട് നമ്മൾ ഹിന്ദുക്കളെ സ്നേഹിക്കുന്നുണ്ടോ?
80% നമ്മുടെ ഭാരതത്തിലെ ഹിന്ദുക്കൾ. സ്നേഹത്താലാണ് നമ്മളിവരെ നേടേണ്ടത്. ഇവരൊരു ഡിബേറ്റിൽ തോൽപ്പിച്ചതുകൊണ്ട് ഹിന്ദുത്വ തോക്കാൻ പോകുന്നില്ല, ഹിന്ദുയിസം തോക്കാൻ പോകുന്നില്ല, ഹിന്ദുക്കൾ തോക്കാൻ പോകുന്നില്ല. അവരെ തോൽപ്പിക്കലല്ലല്ലോ നമ്മുടെ ജോലി, അവരെ നേടുക എന്നതാണ് നമ്മുടെ ജോലി. അവർക്ക് നല്ല ഒരു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം അവരുടെ മുമ്പിൽ കൊടുക്കുക. ചിലപ്പോൾ അവർ വിശ്വസിച്ചെന്ന് ഇരിക്കില്ല, പക്ഷെ അവർ പറയും, ഞങ്ങളുടെ ആ ഏരിയയിലൊരു വിശ്വാസി ഉണ്ടായിരുന്നു, യേശു ക്രിസ്തുവിൻ്റെ നല്ല മനുഷ്യനായിരുന്നു, എല്ലാവരെയും സ്നേഹിക്കുന്ന മനുഷ്യനായിരുന്നു, എല്ലാവർക്കും വേണ്ടി കരുതുന്ന മനുഷ്യനായിരുന്നു, സഹായിക്കുന്ന മനുഷ്യനായിരുന്നു. അങ്ങനെയുള്ളവരെ ആൾക്കാർ ദ്രോഹിക്കുകയല്ല ചെയ്യുക. ഈ ഭാരതത്തിൽ അങ്ങനെയുള്ളവരെ ആൾക്കാർ ബഹുമാനിക്കുക ചെയ്യുക. ഇതാണ് ഭാരതത്തിൻ്റെ ഒരു സംസ്കൃതി, ഒരു സംസ്കാരം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനെയൊരു രാഷ്ട്രത്തിൽ ജനിക്കാനും ഈ രാഷ്ട്രത്തെ സ്നേഹിക്കാനും ഒക്കെ ഒരു ഭാഗ്യം കിട്ടിയ ആൾക്കാരാണ് നമ്മൾ. പാശ്ചാത്യ രാജ്യങ്ങൾക്ക് പൈസയുണ്ട്, മിലിറ്ററി ഉണ്ട്, പല കഴിവുകളുമുണ്ട്. പക്ഷേ ഇവിടെയുള്ള പോലത്തെ മനസ്സ് പാശ്ചാത്യ രാജ്യങ്ങൾക്കില്ല. ഇവിടുത്തെ പോലത്തെ മൊറാലിറ്റി പാശ്ചാത്യ രാജ്യങ്ങൾക്കില്ല. ഒന്ന് പറഞ്ഞാൽ അടുത്തതിന് ഡിവോഴ്സാണ്. എത്ര ഡിവോഴ്സുകളാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ. ഇവിടെയോ നമ്മളെ ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെ ഒരുമിച്ച് ജീവിക്കുക, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കുക, സംസാരിച്ച് തീർക്കുക, ഒരുമിച്ച് ജീവിക്കുക, അല്ലേ? ഹിന്ദുക്കളുടെ ഇടയിലാണ് ഏറ്റവും കുറവ് ഡിവോഴ്സ് റേറ്റ് ഭാരതത്തിൽ. എന്തുകൊണ്ടാണ്? അതിങ്ങനെ പീഡനം സഹിച്ചിങ്ങനെ ജീവിക്കുകയാണ്. വേദവസ്തു എന്താ പറയുന്നത്? സ്ത്രീ പുരുഷന് കീഴ്പ്പെടണം, പുരുഷൻ സ്ത്രീയെ സ്നേഹിക്കണം. ഹിന്ദുക്കളുടെ വീടുകളിൽ നിങ്ങൾ ചെന്നാൽ അവരെ തല്ലുന്ന ഭർത്താക്കന്മാരെയും സ്നേഹിക്കുന്ന സ്ത്രീകളെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ഇടയിൽ അങ്ങനെ കാണില്ല. സ്നേഹമെന്ന് പറയുന്നത് യേശു ക്രിസ്തു ക്രൂശിൽ പ്രദർശിപ്പിച്ചു എന്ന് നമുക്കറിയാം. അത് തിയറിയായിട്ട് നമ്മളെ തലയിൽ കയറ്റി വെച്ചിരിക്കുക. പക്ഷെ ഒരാൾ വന്നിട്ട് നമ്മളെ മോന്തയ്ക്ക് ഒരു അടി തന്നാൽ ആ മറുകരണം കാണിക്കുന്നതിന് പകരം നമ്മൾ അവർക്ക് 2 അങ്ങോട്ട് കൊടുക്കും. അതാണ് നമ്മുടെ സ്വഭാവം. എന്നിട്ടാണ് നമ്മൾ ഈ സുവിശേഷം കൊണ്ട് നടക്കുന്നത്, മറ്റുള്ളവരോട് പറയുന്നത്. ലവ്, ജോയ്, പീസ്, പേഷ്യൻസ്, കൈൻഡ്നസ്, മീക്ക്നെസ്, ഗുഡ്നസ്, ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് സെൽഫ് കൺട്രോൾ. ഇതൊക്കെയാണ് ആത്മാവിൻ്റെ ഫലം. എവിടെയാണോ നമ്മുടെ ഇടയിൽ ആത്മാവിൻ്റെ ഫലം? അതില്ലാത്തത് കൊണ്ടാണ് ഒരുപാട് പേര് ഇന്നും അവരോട് നമ്മൾ പറയാണ് ജീസസ് നല്ലതാണ്, ജീസസ് ഇങ്ങനെയാണ് ഒക്കെ പറഞ്ഞാലും അവർ അവസാനം പറയാൻ എന്താണ്? ഗാന്ധിജി പണ്ട് പറഞ്ഞ കാര്യമാണ്, നിങ്ങളുടെ ജീസസ് നല്ലതാണ്, അവനെ എനിക്കിഷ്ടമാണ്. പക്ഷെ നിങ്ങളും നിങ്ങളുടെ ജീസസും തമ്മിൽ ഒരു സാമ്യമില്ല. ക്രൈസ്റ്റ് ഇസ് ഗുഡ്, ബട്ട് യുവർ ക്രിസ്ത്യൻസ് ആർ സോ അൺലൈക്ക് യുവർ ക്രൈസ്റ്റ്. നിങ്ങളുടെ ക്രിസ്തുവിൽ നിന്നും വളരെ വിഭിന്നരാണ് ക്രിസ്ത്യാനികൾ. കർത്താവായ യേശു ക്രിസ്തു സുവിശേഷം പറയാനായിട്ട് ഇറങ്ങി പോകുന്ന ആളല്ലായിരുന്നു, സുവിശേഷമായിരുന്നു. അതാണ് നമ്മളാകേണ്ടത്. നമ്മൾ മറ്റുള്ളവർക്ക് ഒരു നല്ല വിശേഷമാകണം. അപ്പോൾ നമ്മൾ പോകുന്നിടത്തൊക്കെ സുവിശേഷം തന്നെത്താൻ എത്തും. അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്നിടത്തെല്ലാം നമ്മൾ പറയുക പോലും വേണ്ട. നമ്മൾ ചിലപ്പോൾ ഒരാളോട് പ്രതികാരം ചെയ്യാതിരിക്കുന്നതായിരിക്കും സുവിശേഷം. നമ്മൾ ചിലപ്പോൾ ഒരാളോട് ക്ഷമിക്കുന്നതായിരിക്കും സുവിശേഷം. നമ്മൾ ചിലപ്പോൾ നമ്മളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന നമുക്കെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ പോയി പൈസ അവന് ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടിട്ട് കൊടുക്കുന്നതായിരിക്കും സുവിശേഷം. നമ്മൾ ചിലപ്പോൾ വേദനയിൽ കിടക്കുന്ന നമ്മളെ എതിർക്കുന്ന വ്യക്തിയെ നമ്മുടെ കൈകളിൽ എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകുന്നതായിരിക്കും സുവിശേഷം ആ വ്യക്തിക്ക്. നമ്മൾ ചിലപ്പോൾ മാനസിക സന്തുലനം നഷ്ടപ്പെട്ടു പോയ മാനസിക രോഗിയായി തീർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ അവരുടെ കാലുകൾ കഴുകി അവരെ കുളിപ്പിച്ച് അവർക്ക് നല്ല വസ്ത്രങ്ങൾ കൊടുത്ത് അവരെ സ്നേഹിക്കുന്നതായിരിക്കും സുവിശേഷം. നമ്മൾ സുവിശേഷമാകുക, എന്നാലേ നമുക്ക് സുവിശേഷം, സത്യസുവിശേഷം, സ്നേഹത്തിൽ സംസാരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹിന്ദുക്കളെ വെറുക്കുന്നതിന് പകരം അവരുമായിട്ട് ചേർന്നിരിക്കുക, അവരെ സ്നേഹിക്കുക. ഈ ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ. വികസനം ഒരു ഭാഗത്ത്, ടെററിസം മറുഭാഗത്ത്, അഴിമതി മറുഭാഗത്ത്, ഒരു ഭാഗത്ത് രാഷ്ട്രസ്നേഹം. നമ്മൾ നമ്മുടെ രാഷ്ട്രത്തെയാണോ സ്നേഹിക്കുന്നത്? ടെററിസ്റ്റിനെയാണോ സ്നേഹിക്കുന്നത്? നമ്മൾ അഴിമതിയാണോ സ്നേഹിക്കുന്നത്?
അതോ വികസനത്തെയാണോ സ്നേഹിക്കുന്നത്? സമാധാനത്തെയാണോ സ്നേഹിക്കുന്നത്? ഈ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഇരിക്കട്ടെ. ഇസ്രായേൽ വേണോ ഹമാസ് വേണോ? തീരുമാനിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.